ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പ്ലേറ്റഡ് നൈറ്റി എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് 3 മീറ്റർ തുണിയാണ്. ചുരിദാറിനൊക്കെ വാങ്ങണ അവിടുന്ന് കുറച്ച് വാങ്ങിയ തുണിയാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ 2 മടക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. സെൻറ്റർ കൂടെ മടക്കാക്കിയിട്ട് ഇടുക, അല്ലാതെ ഇടുക. വക്ക് ഭാഗം ഇങ്ങോട്ട് വരണം. നമുക്കിതെങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. അത് 40 ഇഞ്ച് സൈസുള്ള ഒരു ചെസ്റ്റ് അളവുള്ള ഒരു മാക്സിയാണ്. നമ്മൾ ഈ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ആക്കിയിട്ട് ഇട്ടതിന് ശേഷം ആദ്യം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തുക. ഷോൾഡർ 7.5 എടുക്കുന്നത്. 7 ആവാം. ഇതിന് 7.5 എടുക്കുന്നത്. അത് തന്നെയാണ് ആം ഹോളും എടുക്കുന്നത്. 7.5. മാക്സിക്കൊക്കെ ആകുമ്പോൾ നല്ല ലൂസ് വേണം. കുറച്ച് തടിയൊക്കെ ഉള്ള ആളുകളാകുമ്പോൾ 7.5 നമുക്കിങ്ങനെ ഒന്ന് ബോക്സ് ആക്കി കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് ആക്കണ്ട, നമുക്ക് ഇവിടെ ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ കഴുത്തൊരു 2.5 ഒക്കെ ആവാം, 2.25, 3 ഒക്കെ ആവാം. ഞാനതിന് 2.5 എടുക്കുന്നത്. കഴുത്ത് ഇറക്കം അകലം 2.5. ഇറക്കം കൊടുക്കുന്നത് മുൻകഴുത്ത് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് ഒന്നിങ്ങനെ റൗണ്ട് കഴുത്ത്. പിന്നെ നമ്മളിവിടെ ചെയ്യാനുള്ളത്, ഇതിപ്പോൾ 40 ഇഞ്ച് ചെസ്റ്റ് അളവുള്ളതല്ലേ, അപ്പോൾ ഇതിന് നമുക്കൊരു 11 ഇഞ്ച് വരെ ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കാം. യോക്ക് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള മാക്സിയാണ്. 10.5 മതി. പക്ഷെ ഇത് തയ്യൽ തുമ്പൊക്കെ പോയി വരുമ്പോൾ 10 ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊരു 1/2 ഇഞ്ചും കൂടി കൂടുതൽ കൊടുക്കുക. നമ്മളിങ്ങനെ നീട്ടി ഒരു ലൈന് തല വരെ വരച്ചു കൊടുക്കുക. ഈ അറ്റം വരെ നമ്മൾ ഇങ്ങനെ നീട്ടി ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതിപ്പോൾ 40 ഇഞ്ചല്ലേ, അപ്പം നമുക്ക് ഇവിടെ നമ്മൾ ഈ കൊണ്ടുവന്ന് നിർത്തിയ ഈ ഇവിടെ ഉണ്ടല്ലേ 7.5 ഈ കൈക്കുഴി, ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു 1.5 ഇഞ്ച് കൊടുക്കണം. 1.5 ഇഞ്ച്. അപ്പം ഇത് നമ്മൾ ഇവിടെ 1 ഇഞ്ച് ആയാലും മതി, 1.25 ആയാലും മതി. കുറച്ച് ലൂസ് ഇരുന്നോട്ട് വിചാരിച്ചിട്ടാണ് കൊടുക്കണേ. ഇത് നമ്മളിപ്പോൾ അളവ് കൂടുന്തോറും ഈ കുഴിയുടെ അളവ് കുറച്ച് 2-2.5 വരെയൊക്കെ വരും. 2 വരെയൊക്കെ വരും. നമ്മൾ നല്ല വണ്ണമുള്ള ആളുകൾക്കാണെങ്കിൽ 2 വരെയൊക്കെ വരും. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് ഇതിലേക്ക് ഇങ്ങനെ ഒരു വര വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് ഇതിലേക്ക് ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കളയാതെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇവിടെ നിർത്തുക. ഇനി നമ്മൾ ഇവിടെ ഈ വരച്ച വരയിലേക്ക് വെറുതെ അങ്ങനെ ഒരു വര വരച്ചു കൊടുക്കുക. ഒരു വര. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, ഇവിടുന്ന് തന്നെ നമ്മൾ ഈ കൈ എടുക്കണം. ഇത് കുറച്ച് വീതിയുള്ള തുണിയായതുകൊണ്ട് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഇവിടെ എടുക്കണം. അപ്പം നമ്മൾ ഇവിടുന്ന് ഈ വക്കുന്ന ഇങ്ങോട്ട് എടുക്കണം. എത്ര വേണമെങ്കിലും കിട്ടും. ഇവിടെ ഇങ്ങനെ ഇതിന്ന് ഇങ്ങനെ ഒരു ആം ഹോൾ ഇങ്ങനെ ഇതിലേക്ക് കുഴിച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇവിടുന്ന് നമുക്ക് എത്ര വേണമെങ്കിലും കൈ ഇറക്കം കിട്ടും, 15.5 വരെ കിട്ടും. പക്ഷെ നമുക്ക് അത്രയൊന്നും വേണ്ട. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കാം. ഈ വക്ക് കിട്ടുമല്ലോ, കരഭാഗം മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആവശ്യം 6.5 വേണ്ടു. ഞാനത് 1/2 ഇഞ്ച് കൂട്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് നമ്മളൊരു ലൈന് വരച്ചു കൊടുക്കുക. ഇത് നമ്മൾ ഈ ആം ഹോളിൻ്റെ റൗണ്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ നമ്മൾ ഇവിടെ കൈ ലൂസ് മാക്സിക്ക് ആവുകൊണ്ട് 7.5 വരെയൊക്കെ ആവാം, 7-7.5 ആവാം. 1 ഇഞ്ച് മതി തയ്യൽ തുമ്പ്. വേണമെങ്കിൽ കൂടുതൽ എടുക്കാതെ ചുരുങ്ങൊന്നും എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3.5 ഇഞ്ച് കുഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒന്നിങ്ങനെ അങ്ങോട്ട് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി.
കൈ നമുക്ക് നേരെ ഇത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യുക. ഒരുപാട് തുണി ഉണ്ട് അവിടെ, ഇതുവരെ വരാൻ പാടുള്ളൂ. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്കൊരു 1.5 ഇഞ്ച്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി കൈ വണ്ണം, കൈ വണ്ണമല്ല, ആം ഹോളിൻ്റെ അളവ് ഇവിടുന്ന് കിട്ടണം. അപ്പോൾ നമ്മൾ 1.5 എടുത്തത്. 1.5 ആ 1.5 ഈ തലയ്ക്കുന്ന് ഇങ്ങോട്ട് എടുക്കുക. 1.5 ഇവിടെ എടുക്കുക. പിന്നെ മുകളിലേക്ക് നമുക്ക് 2 ഇഞ്ചാണ് എടുക്കേണ്ടത്. നമ്മളവിടെ കൈ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ വരയ്ക്ക് തന്നെ കൊടുക്കുക. നമ്മൾ ഈ കൈയിൻ്റെ കട്ടിങ് കൊഞ്ഞണ വരയ്ക്ക് തന്നെ നമ്മൾ 1.5 അടയാളപ്പെടുത്തുക. പിന്നെ താഴത്തേക്ക് നമ്മൾ ഒരു 2 അടയാളപ്പെടുത്തുക. ഇതൊക്കെ കൂടെ നമ്മളൊരു വര അങ്ങനെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു ബോക്സാക്കി മാറ്റുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ ഈ കൈക്കുഴി ഇവിടെ ഉള്ളതിൻ്റെ ബാക്കി ഇവിടെ കിട്ടണം. ഇതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചെയ്യാനുള്ള ഇവിടുന്ന് നമ്മളിവിടെ ഇത് പ്ലേറ്റ് ഇടാനുള്ളതാണ്. ഇവിടെ കുറേ പ്ലേറ്റ് ഇടാൻ പോകും. ഇത് ഇങ്ങോട്ട് വരും. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടേക്ക് വരുമ്പോൾ കറക്റ്റ് ആകും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചെരിച്ചിട്ട് ഈ കട്ട് ചെയ്യുന്ന കൈ ഉണ്ടല്ലോ, ഈ കയ്യിലേക്ക് ഇങ്ങനെ കൊടുക്കുക. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കൈ കട്ട് ചെയ്യുന്നതിൻ്റെ സ്റ്റിച്ചാണ് ഇവിടെ ഇത് കൂടെ സ്റ്റിച്ച് വരും. ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്യുന്നിടത്തേക്ക് ഇങ്ങനെ കൊടുത്തതിന് ശേഷം കൈ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇവിടുന്ന് ഇങ്ങനെയും കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇവിടുന്ന് ഇങ്ങനെയും കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതണോ. ഇവിടുന്ന് ഒന്ന് ഇങ്ങനെ കൊണ്ടുപോകട്ടോ. ഇങ്ങനെ കൊണ്ടുപോയിട്ട് കൊടുക്കുക. ഇങ്ങനെ വേണ്ട, ഇങ്ങനെ കൊണ്ടുപോയിട്ടൊന്ന് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് നമ്മുടെ ആം ഹോളിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മളിവിടെ നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ബാക്ക് എഴുത്തൊക്കെ കുറച്ച് കുറയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു 3.5-4 മതി. നമ്മൾ വട്ടം കൂട്ടുമ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് കുറയ്ക്കണം. ഈ ഈ കഴുത്തിൻ്റെ അകലം ഇപ്പോൾ നമ്മൾ 3 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞില്ലേ, 3 ഇഞ്ചൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴുത്തിൻ്റെ ഇറക്കം കുറയ്ക്കുക നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കിടക്കുകയുള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ മുന്നിലെയും ബാക്കിലെയും തുണി മാറ്റി ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് പ്ലേറ്റഡ് നൈറ്റി. ഇപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഇവിടെ നിന്നുള്ളത് ഇങ്ങനെയാണ് കൊണ്ടുപോയി കട്ട് ചെയ്യുക. ഇങ്ങനെ ഈ കയ്യിൻ്റെ ഇതിലേക്ക് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ആം ഹോൾ കട്ട് ചെയ്യുക. പിന്നെ ഇവിടെയൊക്കെ മനസ്സിലായില്ലേ, നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കണ ഇറക്കം ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഒരു മീഡിയം ആണ്. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു 10.5 ഉണ്ടാവുള്ളൂ. നമ്മളിത് കൂടെ അങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു 10 കറക്റ്റ് ആയിരിക്കും. പിന്നെ മുൻകഴുത്തിന് നമുക്ക് എന്തെങ്കിലും ഡിസൈനോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ കട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇത് കട്ട് ചെയ്യണം. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കട്ട് ചെയ്യണം. നമ്മൾ ഇവിടുന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് എനിക്ക് ഇങ്ങനെ ആദ്യം കട്ട് ചെയ്യും. കുറേ വര ആയതുകൊണ്ട് മനസ്സിലാവുന്നുണ്ട്. അതിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടേക്ക് ആദ്യം കട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഈ പീസ് ഇങ്ങോട്ട് മാറ്റിയിടുക. അതിന് ശേഷം ഇവിടെ ഒന്നും ചെയ്യണ്ട. അതിന് ശേഷം ഇത് കൂടെ അങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഈ കൈ ഉണ്ടല്ലോ, കൈയിൻ്റെ ഇവിടേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഈ ആം ഹോളിൻ്റെ ബാക്കി ഭാഗം കൂടെ കട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ നമുക്ക് കൈ ഇനി ഇറക്കം കൂടുതലൊന്നും കൂടി വേണമെന്നുണ്ടെങ്കിലൊക്കെ ഇതൊന്ന് കൈ കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.